Give respect to your audience. Be very truthful to them. അവരും അത് അംഗീകരിക്കാൻ തയ്യാറാണ്. ട്രീറ്റ് ദം ആസ് എൻ ഇന്റലിജന്റ് ഓഡിയൻസ് എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കുറേ ഗുണങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെക്കാളും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആൾ വീട്ടിലുള്ളത് കൊണ്ട് കാര്യമില്ല, മൈനസായി പോകും. കുഞ്ഞമ്മച്ചേട്ടന് കണ്ണ് കാണാൻ പറ്റില്ല, കുഞ്ഞമ്മച്ചേട്ടന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇവരെല്ലാവരും നമ്മൾ കൊണ്ടുവന്നു. വായിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് കണ്ണ് കാണാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പറയണത് പോലും. പുള്ളിയുടെ ടാലന്റ് ആണ് അവിടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള മിഥുൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് മിഥുനോടുള്ള ഒരു ആദരവ്, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മളിപ്പോൾ പല ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ അതിൻ്റെ ആളായിട്ട് നിൽക്കും. അപ്പോൾ ചില കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ മിഥുൻ ചേട്ടാ ഇത് നിങ്ങൾ നിൽക്കാൻ പാടില്ലായിരുന്നു, ഇത് നിങ്ങൾ കാശ് വാങ്ങിയിട്ട് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ പറ്റിക്കപ്പെടും എന്ന് ഒരു കുറ്റബോധമൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഒരുപാട്. ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാണ് പറഞ്ഞത്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ബ്രാൻഡ്, ഇപ്പം ഞാനതാ പറഞ്ഞത്, തുടക്കത്തിൽ വി വർ നോട്ട് ചൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നതല്ലേ കിട്ടണതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 2014-15 ഒരു കാർഗോ കമ്പനിയുടെ ആഡിൽ വന്നപ്പം മൊത്തം വാങ്ങിച്ച പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം വാങ്ങുന്ന ഒരു ഇതിൻ്റെ പൈസയെ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് പറയാം. അവരതൊരു 21 വരെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്. ഏത് കാർഗോ പോയില്ലെങ്കിലും എന്നെ ആയിരുന്നു ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് മുകേഷ് ഏട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇപ്പം മുകേഷ് ഏട്ടൻ വർക്ക് ചെയ്ത ആ കാർഗോ കമ്പനിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ മുകേഷ് ഏട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡേയ് നിന്റെ കാർഗോ പോകാത്തതിന് മുഴുവൻ എന്നെയുണ്ട് ചീത്ത വിളിക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സോറി ചേട്ടാ, ഞാനും അന്ന് അറിയാതെ ചെയ്തു പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ഞാൻ പറയണ വെച്ചാൽ 1000 എണ്ണം നന്നായിട്ട് നടന്നാൽ അതിനൊരു കമൻറ്റ് പോലും വരില്ലല്ലോ. നമ്മുടെ തന്നെ സ്വഭാവമല്ലേ അത്. നമുക്ക് ഒരു 1000 ഹാർട്ട് ഇട്ടിട്ടുണ്ട്, ഒരു 15 ലൈക്ക് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ 15,000 ലൈക്ക് ഇട്ടിട്ടുണ്ട്, നമുക്ക് അതിനിടയിൽ ഒരുപാട് പേര് ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറയുന്നു. ഇവരുടെ ആരുടെയും പേരുകൾ പോലും നമുക്ക് ഓർമ്മയില്ലല്ലോ. ഒരുത്തടി നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലടാ എന്ന് ചോദിച്ചാൽ അവൻ്റെ വീട് കണ്ടുപിടിച്ച് അഡ്രസ്സ് കണ്ടുപിടിച്ച് അവ ആരാണെന്ന് കണ്ടെത്തുന്ന ഒരു സ്വഭാവം നമുക്ക് മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ തന്നെയാണ് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ചെയ്ത 1-2 സാധനങ്ങളുടെ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ ചെയ്യാമെന്ന് വെച്ചോളൂ. ഇതിൽ ഇൻഷുറൻസ് കിട്ടിയതോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്തിട്ട് കിട്ടിയതോ ആയിട്ടുള്ള ആരും വന്നിട്ട് താങ്ക് യു മിഥുൻ പറഞ്ഞത് കേട്ട് ഞാൻ ഇൻഷുറൻസ് എടുത്തു, അത് കാരണം എനിക്ക് ക്ലെയിം കിട്ടി, വളരെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ എഴുതൂല. പക്ഷെ ഒരാൾക്ക് കിട്ടിയില്ലെന്ന് വെച്ചോ, ഒരാൾക്ക് വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ലെന്ന് വെച്ചോ ക്ലെയിമിന് വേണ്ടിയിട്ട്, ഫസ്റ്റ് വന്ന് എന്താ ചെയ്യുക, എന്നാൽ ഇതിൻ്റെ അടിയിൽ പോയി എഴുതിയിട്ട് എൻ്റെ കാര്യം എങ്ങനെ അവർ ശ്രദ്ധിക്കുള്ളൂ എന്ന് പറയുന്നതാണല്ലോ നോർമൽ. ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് ജെന്യുവൻ ആയിട്ടുള്ള ഒരുപാട് കമന്റ്. അതുപോലെ നമുക്കും നെഗറ്റീവ് കമന്റ് വായിക്കാനും താല്പര്യമുണ്ടോ? പുറത്തുള്ള ഹെയ്റ്റ് കമന്റ്സ് വന്നെന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ ജനറേഷനല്ല, തൊട്ട് താഴത്തെ ജനറേഷനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ വി ആർ ഫേമസ്. അതായത് അവർ പറഞ്ഞ, ഞാൻ വൈ ഡു യു സേ ദാറ്റ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേ, people who don't even know us are hating us, that means they love they are actually spending time for us എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു that's the way you should think അല്ലേ. അപ്പോൾ ഞാൻ അവരുടെ നിന്ന് പഠിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if people who don't even know you hate you for no reason, അല്ലെങ്കിൽ hate you for something that you have done, പക്ഷെ നമ്മളുടെ ഒരു ദിവസം പോയി കിട്ടും ഒരു കമന്റ്. ഞാനത് എന്നെ അഫക്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്നെ അഫക്റ്റ് ചെയ്താൽ തന്നെ ഞാനതിനെ വിട്ടുകളഞ്ഞ അപ്പം തന്നെ ഇത് വിടും. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ടിനിച്ചേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കൊടുത്ത ഉപദേശമുണ്ട്. അതായത് ടിനിച്ചേട്ടൻ എല്ലാം ഏണിയും കയറി പിടിക്കുമല്ലോ. ടിനിച്ചേട്ടൻ മറ്റേ ഓണെയർ ആണല്ലോ വഴിയെ കിടക്കുന്നതും. അപ്പം ഞാൻ ടിനിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ടിനിച്ചേട്ടാ നിങ്ങൾ ചെയ്യണം ഒരു ഭയങ്കര കാരണം ഉപദേശിക്കാൻ ആളല്ലോ, നമ്മളെക്കാളും മൂത്ത ആളല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ടിനിച്ചേട്ടാ നിങ്ങൾ ചെയ്യണ ഒരു ഭയങ്കര മോശം കാര്യമുണ്ട്. എന്താണ് അവർക്ക് മറുപടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, മറുപടി കൊടുത്തോ. ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ അതിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതിന് എനിക്കൊരു മറുപടി തന്നില്ലല്ലോ. ഒരുത്തൻ ചീത്ത വിളിച്ചതിന് മാത്രമല്ലേ മറുപടി കൊടുത്തുള്ളൂ. അപ്പം എൻ്റെ കമൻറ്റ് നിങ്ങൾ പുല്ലുവിലല്ലേ തന്നുള്ളൂ, നല്ലത് പറഞ്ഞാൽ എനിക്ക് പുല്ലുവില, നിങ്ങളെന്താ എനിക്ക് റിപ്ലൈ തരാത്തേ എന്ന് ചോദിച്ചു. പുള്ളി കുറച്ചൊരു ശരിയാണ്, ഇനി തൊട്ട് ഞാൻ എല്ലാം നല്ലതിനും മഹമ്മദ്. അപ്പം അതിൽ വേറെ ആയിട്ടുണ്ട് വേറെ കാര്യം. ഇത് ഞാൻ പറഞ്ഞിട്ട് എഫക്റ്റ് ചെയ്യാത്തൊരു സ്ഥലമുണ്ട്, എൻ്റെ വീട്. അവിടെ നടക്കില്ലല്ലേ. ഭാര്യ ലക്ഷ്മിയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ലക്ഷ്മി എനിക്ക് നമ്മളൊക്കെ യൂട്യൂബ് എന്ന് പറയുന്ന മേഖല അതിലേക്ക് എത്തുന്നതിന് മുമ്പേ യൂട്യൂബ് വളരെ കൃത്യമായി എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ സാധ്യത മനസ്സിലാക്കി ചെയ്തിട്ടുള്ള ഒരാളാണ്. അന്ന് ഞാൻ ആലോചിച്ചിട്ട് ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് ആലോചിച്ചിട്ടുള്ളത്. പുള്ളിക്കാരി അന്നേ ഇതിൽ ഭയങ്കരമായിട്ട് ഇറങ്ങിയിരുന്നു. അപ്പം അന്ന് തൊട്ടേ ഒന്ന് വെച്ചാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ച് പറയുക എന്നുള്ളത് വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു തരുന്നത്. പക്ഷെ ഞാൻ മാക്സിമം പറയാറുണ്ട്, വെറുതെ ഇത് ചെയ്യേണ്ട, അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാം, നമ്മൾ ഗുഡ് കമൻസിന് സത്യം പറയാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, ബാഡ് കമൻസിനാണ് കൂടുതൽ. നമ്മൾക്കൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ആറ്റിറ്റ്യൂഡല്ല, മനുഷ്യൻ്റെ പ്രശ്നമാണ്. മനുഷ്യനെപ്പോഴും ചീത്തയാണ് ആദ്യം കണ്ണിൽ
പെട്ടെന്ന് വരിക. പിന്നെ അത് പ്രചരിപ്പിക്കാൻ അതായിരിക്കും താല്പര്യം ഉണ്ടാവുക. പിന്നെ അതാണല്ലോ രണ്ടുപേരെ പറ്റി കുറ്റം പറഞ്ഞപ്പോൾ ഒരു സമാധാനം എന്ന് പറയുന്നതിൻ്റെ ഇപ്പോൾ ലക്ഷ്മിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ നേരത്തൊക്കെ ഒരു വിഷാദ രോഗം അങ്ങനെയൊക്കെ ഉള്ളതിന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവർ തന്നെ പല അഭിമുഖങ്ങളിലും അത് തുറന്ന് പറയുന്നുണ്ട്. അത്ര ഘട്ടത്തിൽ ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലക്ക് അതിനെ ഏത് രീതിയിലുള്ള അപ്രോച്ചായിരുന്നു ഇതിനെടുത്തത്? ഞാൻ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഡിപ്രഷനെ പറ്റിയിട്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. ഇപ്പം അവളുടെ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ അവളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ. അല്ലാതെ ക്ലിനിക്കലായിട്ടുള്ള ഹെൽപ്പിൻ്റെയോ രീതികളോ എനിക്കറിയില്ല. അപ്പം ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ഫോൺ വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് മൊത്തത്തിലൊന്നും ഇതില്ല, എനിക്കൊരു ഉഷാറില്ല, എനിക്കൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഇത് എനിക്ക് ആകെ ഡിജക്റ്റഡായിട്ട് തോന്നണം എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഞാൻ പറയും ഒരു കാര്യം ചെയ്യും, നമുക്ക് വൈകുന്നേരം എന്നാൽ എവിടെയും പോവാം, നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനതിനെ മുഴുവൻ മാറ്റിയെടുക്കാൻ നോക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഞാനതാ പറയാം, എനിക്ക് ക്ലിനിക്കലായിട്ട് അതിൻ്റെ ഹെൽപ്പ് ഇത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സൈക്കോളജിക്കലായിട്ടുള്ളൊരു കൗൺസിലിംഗ് കൊടുക്കാൻ അറിയില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താ, ഈ ഒരു ഹോൾ സിറ്റുവേഷനിൽ നിന്ന് അത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒന്ന് ലുക്ക് ഫോർവേഡ് ചെയ്യാൻ കൊടുത്താൽ, ഇത് ഞാനതാ പറഞ്ഞത്, ഇത് ഡോണ്ട് ടേക്ക് ദിസ് ക്ലിനിക്കലി, എനിക്കിത് പറയാം. അപ്പം ഞാൻ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യാനായിട്ടൊരു സാധനം കൊടുക്കും. അതായത് ഇങ്ങനൊരു സംഭവം നമുക്കിന്ന് വൈകുന്നേരം ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിന്ന് വൈകുന്നേരം ഇന്നൊരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഇന്നടത്ത് പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ കയറി അതിൽ ഇമേഴ്സ്ഡായി നമ്മുടെ സംസാരങ്ങളെല്ലാം അതിലോട്ട് പോവുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ചൊന്ന് മാറും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലുള്ള ഒരാളിൻ്റെ അടുത്ത് നമുക്ക് ചില സമയത്ത് റീസൺ ചെയ്യാൻ പറ്റില്ല. നമ്മളിത് റീസൺ ചെയ്ത് ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർക്ക് നമ്മൾ അടിച്ചുമില്ലുള്ള ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് റീസൺ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാണ്, അങ്ങനെ പറയരുത് ഒരിക്കലും. നിനക്ക് വെറുതെ തോന്നുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മളത് അംഗീകരിക്കുന്നില്ല, നമുക്കിത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും റിസെപ്റ്റീവ് ആവില്ല. അപ്പം ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാൻ തെറ്റുകളിൽ നിന്നല്ലോ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മളുടെ പോലും പിന്നെ ലൈഫിനെ ഒലയ്ക്കുമല്ലോ അത്തരം ഘട്ടം. നമ്മൾ എത്ര പിന്നെ പുറമേക്ക് പോസിറ്റിവിറ്റി ഒക്കെ പറഞ്ഞാൽ പോലും ആ ഒരു ഘട്ടത്തൊക്കെ എങ്ങനെ മറികടന്നു എന്നുള്ളതാണ്. മറികടക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് മറികടക്കാനൊക്കെ ഇനി ഒരുപാട് ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും, അറിയില്ല. ഒരു മൈൻഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്നത് നമ്മുടെ കയ്യിലല്ലല്ലോ പലപ്പോഴും. നമ്മൾ ഒന്നുമില്ലാതെ നമ്മൾ ഒരിടത്ത് ചെന്നിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറിയാൽ നമുക്ക് ആ സമയം തൊട്ട് എന്തെന്നില്ലാതെ അയാളോടൊരു വൈരാഗ്യവും കാര്യങ്ങളൊന്നുമില്ലേ. അതിന് മുമ്പ് അയാൾ ചെയ്തതോ പ്രവർത്തിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ലല്ലോ. നമുക്ക് അയാളോട് വെറുതെ ഒരാവശ്യമില്ലാതെ ഭയങ്കര. അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ മൈൻഡ് അത്രയല്ലേ ഉള്ളൂ. അത്ര ചെറിയ കാര്യങ്ങളിൽ വരെയും നമ്മൾ എഫക്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കമൻറ്റ് കണ്ടാൽ നമ്മൾ അയാൾ ആരാണെന്ന് കണ്ടെത്തി അയാളുടെ അടുത്തൊരു വൈരാഗ്യം തോന്നി അയാളുടെ വീട് എവിടെയാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ തോന്നുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ് നമ്മുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന റിയാക്ഷൻസും അതിൻ്റെ ഡിഫറൻസസും നമുക്കൊരിക്കലും പിടിക്കാൻ പറ്റുന്നതോ മനസ്സിലാക്കാൻ പറ്റുന്നതോ അല്ല. അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ ഒരുപാട് ചലഞ്ച് ചെയ്യാണ്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജോയിൻ്റ് ആയിട്ടുള്ള കുറേ സാമൂഹ്യ മാധ്യമങ്ങൾ റീൽസായിട്ടും മറ്റ് ഇപ്പോൾ പരസ്യങ്ങളായിട്ടൊക്കെ പിന്നെ ലക്ഷ്മിയും മിഥുനായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഇപ്പോൾ റോന്ത് സിനിമയിലൊക്കെ ലക്ഷ്മി നല്ല അഭിനയം പുറത്തെടുത്തു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബന്ധങ്ങളൊക്കെ നിങ്ങൾ ഇത്രയും ഒരു ഊഷ്മളമായിട്ടൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ തിരക്കിനിടയിലും? എനിക്ക് തോന്നുന്നു തിരക്കാണ് ഇതിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മളങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ബാറ്റിൽ ചെയ്യുന്നത്, തിരക്കിലാവുക എന്നുള്ളതാണ്. അതായത് ലക്ഷ്മി തിരക്കിലാണെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് 1000 കാര്യങ്ങൾ വേറെ ചിന്തിക്കാനുണ്ടെങ്കിൽ ഈ ചിന്തയിലോട്ട് പോവില്ല എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അതാണ്. അപ്പോൾ അതുകൊണ്ട് 1000 തിരക്കുകൾ കൊടുക്കുക, മാക്സിമം എൻഗേജ്ഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഇപ്പം നമ്മുടെ അടുത്തൊരു സുഹൃത്തുണ്ട്, ഫോട്ടോഗ്രാഫറാണ്. പുള്ളിക്കാരൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ കൂടെ നിന്ന് മറ്റേ ഇതെല്ലാം ചെയ്തിട്ടും തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ ഫുള്ളി ഡിപ്രസ്ഡ് ആയിട്ട് എന്നെ രാത്രി വിളിച്ചിട്ട് പറയും, ചേട്ടാ എനിക്ക് പറ്റണില്ല, എനിക്ക് ഇത് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പം ഞാനൊരു പക്ഷേ കുറച്ച് നേരത്തേക്ക് കേട്ടിരിക്കാൻ സിനിമയിൽ തന്നെയുള്ള നമ്മുടെ അടുത്ത സുഹൃത്തുണ്ട്. ഒരു ദിവസം രാത്രി 2 മണിക്ക് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞടാ, നിനക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റുമോ? അതുപോലെ നമുക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടർ വിളിച്ചിട്ട് എടുക്കുന്നില്ല, നിനക്കൊന്ന് വിളിച്ചൊന്ന് സംസാരിക്കാൻ പറ്റില്ല, നിനക്കൊന്ന് അതുവരെ പോകാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. കാരണം ദുബായിലാണ് പുള്ളി. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ അടുത്ത് സംസാരിക്കുക എന്നല്ലാണ്ട് നമുക്കിത് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞാൽ അങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. നമുക്കത്
ചിലത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതും ഇതുമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ നമ്മുടെ രീതി എന്ന് പറയുന്നത് ബിസി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ വലിയൊരു പ്രചോദനമായിട്ട് മാറുകയും ചെയ്യും മുന്നോട്ട് പോകാൻ. അതോടൊപ്പം തന്നെ മകളുമായിട്ടൊക്കെ ഉള്ള ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ കാരണം നമ്മളുടെ ഇപ്പം എൻ്റെ 2 പെൺകുട്ടികളാണ്, അവർ 12th-ലും 10th-ലും അവരെ പോലും നമുക്ക് മാനേജ് ചെയ്യുന്നതിന് അത്ര എളുപ്പമല്ല. കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിഞ്ചുൻ ഇങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിലും തന്മി ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. തന്മിക്ക് സൈക്കോളജിയാണ് അവളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാവരുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിൽ ഒരുപാട് പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ നമ്മുടെ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വയസ്സും അറിയാം, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിയാമെന്നുള്ളത് അതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഷൂട്ടിൽ നിങ്ങൾ 3 പേരൊക്കെ ഉള്ളപ്പോൾ ആദ്യം ഒരു പിന്നെ പ്ലാൻ ചെയ്തിട്ടാണോ അതൊക്കെ? 3ാമത്തെ ആളിനെ കൊണ്ടുവരുന്നത്, അതായത് മോളെ കൊണ്ടുവരണതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ ഷൂട്ടിൽ പങ്കെടുക്കണമെങ്കിൽ പുള്ളിക്കാരിക്ക് അറിയില്ല ഇതൊക്കെ നമ്മൾ പൈസ വാങ്ങിച്ച് ചെയ്യണം. പൈസ വാങ്ങുന്നതാണേലും അല്ലാത്തതാണേലും പുള്ളിക്കാരിക്ക് ഡിമാൻഡുണ്ട്. ആ തലമുറയെടുത്ത് നമുക്ക് തൽക്കാലത്തേക്ക് നടക്കില്ല. അപ്പൊ ഇന്ന കാര്യം മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരും, ഇത് വാങ്ങിക്കാമെങ്കിൽ ഞാൻ അഭിനയിക്കാം. ഞാൻ പറയും ഇത് ഭയങ്കര കൂടുതലാണ്, നടക്കൂല, വേണ്ട അത് അഭിനയിക്കണ്ട. അപ്പോൾ അടുത്ത അവസരം പറയും ഇതെങ്കിലും കിട്ടിയാൽ ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ്. അവസാനം അതിൽ അങ്ങനെ അംഗീകരിച്ചാണ്. അത്ര എളുപ്പമല്ലേ? ഒട്ടുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ലീസ് കൺസേൺഡ് ആണ് ഈ പല കാര്യങ്ങളിലും. നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളൊരു നെട്ടോട്ടോ ഓടി ഇത് ചെയ്യുന്നത് അവർ പലരും അത്ര വലിയ കൺസേൺഡ് അല്ല. അവർ കാണുന്ന ലോകത്തിൽ ഇതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും അവർക്ക് തോന്നാറില്ല. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഹേമ കമ്മിറ്റിയൊക്കെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറേ കൂടി പ്രതീക്ഷിച്ചു. പക്ഷേ ആ റേഡിയോയിൽ കഴിയുന്നതും സ്കിപ്പ് ചെയ്യുന്ന ഒരു മിഥുനെയാണ് കണ്ട് എനിക്കത് സങ്കടമായി തോന്നി. അപ്പോൾ നിലപാടുകൾ ചില ഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പേര് ഒരുപാട് പ്രതീക്ഷിച്ചല്ല പറഞ്ഞത്. ഞാൻ അവരെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കുന്നത് എന്താ അറിയോ, ഞാൻ അതിന് വളരെ കറക്റ്റായിട്ടുള്ള ന്യായീകരണം തന്നെ. ഞാൻ സിനിമയിൽ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ ഇൻഡസ്ട്രിയിലെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിതിനകത്തെ നമ്മൾ വന്നിരുന്നൊരു കാലഘട്ടം, നമ്മൾ നേരത്തെ പറഞ്ഞത് 90-ൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നതിൻ്റെ റീസൺ എന്താ? നമ്മുടെ മുമ്പുള്ള തലമുറ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. നമ്മൾ പോലും ഞാൻ ഇപ്പം നേരത്തെ എഴുതിയ ചില ലേഖനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരുമ്പോൾ പലതും എടുത്തു മാറ്റേണ്ടി വരും. കോമഡികൾ മുഴുവൻ എന്നെ തടിയാന്നാണ് വിളിക്കണേ. അത് ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് എൻ്റെ അപകർഷതാ ബോധം കാരണം ഞാൻ പിന്നെ ഒരിടത്തൊന്നും എത്തിയില്ല എന്നുള്ളൊരു സാഹചര്യമൊന്നുമില്ല. പക്ഷെ ഇതൊരു ഇങ്ങനെയായിരുന്നു അത്. പക്ഷേ ഞാൻ പറഞ്ഞ വെച്ചാൽ അത് അഫക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ തിരുത്തിയെടുത്താണ് കാര്യം. ഞാൻ പക്രുചേട്ടൻ്റെ അടുത്ത് പക്രുചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം 916 കുഞ്ഞൂട്ടൻ്റെ പ്രൊമോഷൻ്റെ സാധനത്തിൽ കണ്ടപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്, അപ്പം നമുക്ക് പലതും പറയുമ്പോൾ നമ്മൾ തന്നെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുക. പക്രുചേട്ടൻ്റെ പണ്ട് പറഞ്ഞ കോമഡിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീ മറ്റേ ജീവിച്ചു എന്ന് പറഞ്ഞാൽ വളർന്നു എന്ന് പറയും. അപ്പോൾ അതുപോലെ ഇത് മറ്റേ പുട്ട് കൊണ്ടുപോകുമ്പോൾ എന്നാൽ പിന്നെ നിനക്ക് കൂപ്പിൽ തടി പിടിക്കാൻ പൊക്കൂടെ എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. പക്രുചേട്ടനെ വെച്ചിട്ട് കുഞ്ഞിക്കൂനലിൽ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ഇന്ന് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഗിന്നസ് പക്രു എന്ന് പറഞ്ഞാൽ നാടൻ പോലും. അതുപോലെ നേരത്തെ ഒക്കെ ഞാനൊക്കെ വേദിയിൽ സംസാരിക്കുമ്പോൾ 2 ഘട്ടമെന്നൊക്കെ ഉപയോഗിക്കലുണ്ട്. ഇന്നിപ്പോൾ അത് ഏറ്റവും വലിയ നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന പലതും വേറെ പലരെയും എഫക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതും വേറൊരു സമൂഹത്തിന് അത് ഭയങ്കര മോശമായിട്ട് തോന്നി എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് വന്നതിലാണ് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവന്നത്. ഞാൻ ഇത് തന്നെയാണ് ഹേമ കമ്മിറ്റിയുടെ കേസിലും ഞാൻ പറയുക. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിരുന്ന ഒരു ജനറേഷനിൽ കാരവൻ കൾച്ചറിലല്ല നമ്മൾ വന്നിരുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന കോമഡികളിലെല്ലാം പഴയ ആൾക്കാരെല്ലാം ഒരേപോലെ ചിരിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾക്ക് അന്ന് ഈ നോൺ വെജ് ജോക്സ് എന്നൊരു സാധനമില്ല. എല്ലാം പറയുന്നത് നമ്മളെല്ലാവരും അഡൾട്ട്സ് ആണെന്നുള്ള രീതിയിൽ ഒരുമിച്ചിരുന്ന് പറയുന്നതാണ്. ആ സമയത്ത് ഇതൊരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഇരുന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ഫെമിനിസ്റ്റിക് ഇത് വരും, അപ്രോച്ച് വരും, അല്ലെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഇത് ചെയ്യും. അത് ഞാൻ പറയുന്നത് അത് ശരിയുമാണ്. അതിനെ ഒരു തെറ്റായിട്ട് കണക്കാക്കില്ല ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ വേ ദ വേൾഡ് ഇസ് റൈറ്റ് നൗ. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞാൽ ചിലത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇവർ ചെയ്തോ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്. ചിലത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അതല്ല, ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഈ രണ്ടിനെയും കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിപ്രായങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ലാഷ് ചെയ്യണ ഒരു പരിപാടി മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു വ്യക്തത വരട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈവൻ നമ്മുടെ അവിടെ ഇതിനെപ്പറ്റി നിമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങുമ്പോൾ പോലും ഞാൻ അതിന് സ്കിപ്പ് ചെയ്ത് മാറിക്കൊണ്ടിരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാം പരിചയക്കാരാണ്. പരിചയക്കാർ പലരുടെയും
പേരുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒന്നും നമുക്കത് പറയേണ്ട ഒരു സാഹചര്യമല്ല, അതൊന്ന് കലങ്ങി തെളിയട്ടെ എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മിഥുനൻ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കോടികൾ മുടക്കിയിട്ടായിരിക്കും ഓരോ പരിപാടി. അതിൻ്റെ മൊത്തം ഭാരവും ഒരാളിലേക്ക്, ഒരു ആങ്കർ എന്നുള്ള ഒരാളെ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പ്രഷർ ഉണ്ടാവില്ലേ? എന്തായാലും തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മിക്കവാറും ഇവരുടെ ടെൻഷൻ മനസ്സിലാക്കുകയും വേണം. ഇപ്പം ഞാൻ ഈ ലാസ്റ്റ് മിനിറ്റാണല്ലോ വന്ന് കയറുന്നത്. ഇപ്പോൾ തലേദിവസം ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇത് ചെയ്തില്ല. പാട്ടുകാരും മറ്റേ ഇവരും സ്കിറ്റ് ചെയ്യുന്നവരും മിമിക്രിക്കാരും ഒക്കെ തലേദിവസം ചെന്ന് റിഹേഴ്സലും ചെയ്ത് അവരോടൊപ്പം സമയം ചെലവഴിച്ചൊക്കെയാണ്. ഞാൻ ചെല്ലുന്നത് അന്ന് ഉച്ചയ്ക്കായിരിക്കും മിക്കവാറും ചെല്ലുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയില്ല ഇത് മുഴുവൻ ഇയാൾ ഹാൻഡിൽ ചെയ്യണം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സാധനം ഉണ്ടാവും. അപ്പം നമ്മൾ ഓൾറെഡി ഡയറക്ടറുമായിട്ടോ ഷോ ഡയറക്ടറുമായിട്ടോ അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിച്ചുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷെ ചെന്നിട്ട് ഇപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെയൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഇത് ഭയങ്കര ടെൻഷൻ, കാരണം അവർ തന്നെ ആലോചിക്കുന്നു അവർക്ക് ഇത്രയും ഇത് വേണം എന്നൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ വലുതായിട്ട് ഒരു വലിയ പ്രശ്നം വരാറില്ല. പക്ഷേ ഇതിലുണ്ടല്ലോ ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഇപ്പോൾ സാങ്കേതികമായ തടസ്സങ്ങൾ, പ്രത്യേകിച്ച് AV വർക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ട് അത് വരാതിരിക്കുക, അത്തരം ഘട്ടങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ ഇതൊക്കെ വിഷയം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അക്കാഫിൻ്റെ ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ എപ്പോഴും ഇവിടെ തുടങ്ങുന്നത് നമ്മൾ 2 രാജ്യങ്ങളുടെയും നാഷണൽ ആന്തം ആലപിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ മറ്റേ ആൾ പറഞ്ഞു ഇല്ല സാധനമില്ല എന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഫ്രണ്ടിൽ പിള്ളേരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ് എവിടുത്തെ സ്കൂളിൽ നാഷണൽ ആന്തം പാടുന്ന പിള്ളേരൊക്കെ ഉണ്ട്, പിള്ളേർ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഒരു കൂട്ടം കുട്ടികൾ സ്റ്റേജിൽ വന്നിട്ട് ഫുള്ള് നമ്മുടെ UAE നാഷണൽ ആന്തവും ഇന്ത്യൻ നാഷണൽ ആന്തവും പാടി ഇത് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ കോൺസുൽ ജനറൽ സ്റ്റേജിൽ കയറി വന്നിട്ട് പറഞ്ഞു ഇതാണ് ഇന്ത്യയും UAE തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു. ഒരു വലിയൊരു സന്ദർഭങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ AV വർക്ക് ആവാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും, ഈ വീഡിയോ വർക്ക് ആവാനുള്ള അത് അവരെ ടെക്നിക്കലി ഇതിൽ. പക്ഷേ ഈ ജനമേ എപ്പോഴും ഞാൻ കണക്കാക്കിയിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ജനങ്ങൾ നമ്മളെക്കാൾ ഒരുപക്ഷെ ടെക്നിക്കലി നോളജ് ഉള്ള ആൾക്കാരും നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരുമാണല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ഒരുവിധം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളിതിൽ കള്ളത്തരം കാണിക്കാൻ നിൽക്കാതിരിക്കുന്നത് നല്ലത്. അപ്പം നമ്മൾ നേരെ AV ചേട്ടൻ ഒരു കൈഡി കൊടുക്കാം, പുള്ളിക്ക് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവരൊക്കെയാണ്. ആ സന്ദർഭം അങ്ങനെ അതൊരു തമാശയാക്കി മാറ്റിയാൽ വലിയ പ്രശ്നമില്ല. പകരം നമ്മൾ അവർക്ക് കൂവാനുള്ള ക്ഷമിക്കണം കുറച്ച് സമയത്തിനുള്ളിൽ വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് അംഗീകരിച്ചെന്ന് വരില്ല. പക്ഷെ കുറച്ചുകൂടി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ബി വെരി ട്രൂത്ത്ഫുൾ ടു ദം. അവരും അത് അംഗീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ മേഖലയിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഗൾഫിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള വേദികൾ പിന്നെ ആങ്കർ ചെയ്യാന്നൊക്കെ. അവരോടിപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് പറഞ്ഞു? അത്രയും പറയാനുള്ള ഒരു ആളായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും ഈ ഉറച്ച് സംസാരിക്കണം ഉറച്ച് ചിരിക്കണേനൊക്കെ എന്നെ ഒരുപാട് എൻ്റെ അടുത്ത് മറ്റേ ഇത് ചെയ്തിട്ട് ഈവൻ രഞ്ജിനി ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഭയങ്കര ലൗഡാണ്, ഇത് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഏറ്റവും ലൗഡായിട്ടുള്ള രഞ്ജിനിയാണ് എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞ് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലൗഡായിട്ട് ചിരിക്കുന്നത് എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിരിക്കുമ്പോൾ പിന്നെ ആലോചിച്ചിരിക്കുക ഞാൻ വാഴൊക്കെ പുത്തുമായിരുന്നു. കാരണം ഞാൻ അറിയാതെ എൻ്റെ നോർമൽ ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോർ ചിരിയാണല്ലോ ഇത് ചെയ്തത്. അപ്പോൾ ആ ചിരിയൊക്കെ പിന്നീട് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു പക്ഷേ എന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള പോലും എൻ്റെ ആ ചിരിയാണ് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഈ ലൗഡായിട്ട് പറയുന്നതായിരുന്നു പിന്നീട് അംഗീകരിച്ചത്. അതായത് ഈ ബഹളം ഉണ്ടാക്കുന്നതായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടമായത്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഒരിക്കൽ അസർ എൻ്റെ അടുത്ത് പറഞ്ഞു, അസർ ഇങ്ങനെ മറ്റേ സ്പീഡിൽ മറ്റേ ഇത് ചെയ്യുന്ന സാധനം എല്ലാവരും ഇങ്ങനെ കളിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കളിയാക്കിയാലും തൽക്കാലത്തേക്ക് വേറെ ആരും ഇത് ചെയ്യുന്നില്ലല്ലോ, ഇനി വേറെ ആര് ചെയ്താലും തൻ്റെ കോപ്പിയടിയിലേ ആവുള്ളൂ. അപ്പോൾ അത് തന്നെ അങ്ങ് തുടർന്നാൽ മതി. ഒരു സമയത്ത് ഇത് അംഗീകരിക്കും അല്ലെങ്കിൽ അംഗീകരിക്കില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളല്ലാതായിട്ട് മാറില്ലല്ലോ. ഇത് തന്നെയുള്ളൂ ഞാൻ എല്ലായിടത്തും പറയണം. നമ്മൾ ശരിക്കും നമ്മളല്ലാത്ത രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് ചേർത്ത് പറയുക, നമ്മളല്ലാത്ത രീതിയിൽ നമ്മൾ വേറൊരു വള്ളുവിനാടൻ സ്ലാങ് ഇട്ട് പറയുക എന്നൊക്കെ പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ബോറാണെന്ന് മാത്രമല്ല യു വിൽ ഫോൾ ഫ്ലാറ്റ് വൺ ഡേ. നിങ്ങൾ ഒരു ദിവസം പിടിക്കപ്പെടും, നിങ്ങളിതല്ലാന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. ആ മനസ്സിലാവുന്ന ദിവസം നിങ്ങൾ തകരും. പകരം നിങ്ങളായിട്ട് തന്നെ ഇരുന്നിട്ട് ചെയ്ത് അത് അംഗീകരിക്കുന്ന ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പം വരില്ല. നമ്മൾ നല്ല ഞാൻ പോളിഷ്ഡ് ആവണം, ഞാൻ ഇതാവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളല്ലാതായി ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം പിടിക്കപ്പെടുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഗിവ് റെസ്പെക്ട് യുവർ ഓഡിയൻസ്. അതാണ് എനിക്ക് പലപ്പോഴും ആരുടെയും പേരോ അല്ലെങ്കിൽ ആരെയും ചൂണ്ടിക്കാണിച്ച് പറയുകയാണെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം
നമ്മുടെ പല ആങ്കേഴ്സും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഓഡിയൻസിന് ഇതിനെപ്പറ്റി വലിയ അറിവില്ല എന്നുള്ള രീതിയിൽ കാണാറുണ്ട്. പലപ്പോഴും അവർ പറയുന്ന കാര്യങ്ങളാണ് എല്ലാം, അല്ലെ അവരുടെ അറിവ് കാണിക്കാൻ അതോറിറ്റേറ്റീവായിട്ട് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള അതൊരു മോശം പ്രവണതയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതിനകത്ത് തന്നെ വലിയ വലിയ CEOs ഉണ്ട്. അവർ ചെയ്യണം എന്ത് ജോലിയാണെന്ന് പോലും നമുക്കറിയാം. ഈ ഇരിക്കുന്നതിനകത്ത് തന്നെ നമുക്കറിയാത്ത അക്കൗണ്ട്സ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഈ ഇരിക്കുന്നതിനകത്ത് തന്നെ AI-യിലും ടെക്നോളജിയിലും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിവുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ മുമ്പിൽ നമ്മൾ അപഹാസ്യരാവേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെ വാല്യൂ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഗിവ് വാല്യൂ ടു ഗിവ് റെസ്പെക്ട്, ട്രീറ്റ് ദം ആസ് എൻ ഇൻ്റലിജൻറ്റ് ഓഡിയൻസ് എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ അഭിനയത്തിലേക്കും ഇതിലേക്കൊക്കെ വരാനും ഇപ്പം ഗൾഫ് മേഖലയിലൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. പക്ഷേ പരിമിതികളുണ്ട് നമുക്ക്. തീർച്ചയായും. പക്ഷേ കഴിഞ്ഞ ഏതൊരു വേദിയിലും ഇതിലില്ലാത്തൊരു വേദിയിൽ ഞാൻ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ഈ ഒരു അവസരം തന്നത് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഈ പ്രതിഭ തെളിയിക്കാൻ അവസരം തന്നത് മിഥുൻ ചേട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിഥുൻ്റെ അസാന്നിധ്യത്തിലാണ് അയാൾ അവിടെ അത് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നി, ഒരാൾക്കെങ്കിലും, കാരണം ആ പരിപാടി അവതരിപ്പിക്കുന്നില്ല, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമായിരിക്കും രക്ഷപ്പെടുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ നടത്തിയ ഈ പരിപാടികളിലൊക്കെ അങ്ങനെ ഒരുപാട് പുതിയ പ്രതിഭകളേക്ക് അവസരം കൊടുക്കുക, അവർക്ക് പ്രചോദനം നൽകാൻ. കോമഡി ഉത്സവമാണത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കോമഡി ഉത്സവത്തിനാണ്. കാരണം നമ്മൾ അതിന് മുമ്പ് വരെയും ഞാൻ തന്നെ ഭാഗമായിരുന്ന ടെലിവിഷൻ മേഖലയിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത് പ്രസൻറ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. വന്ന് നിൽക്കുന്ന ആൾ പ്രസൻറ്റബിൾ ആവണം, അല്ലാതെ വെറുതെ ഇതില്ല. ബാക്കി ഇനിയിപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നാൽ പിന്നെ വയലിനെടുത്ത് വെച്ച് വായിക്കലും എന്നുവെച്ചാൽ ഫുള്ള് സെൻറ്റിയാക്കി അവരുടെ കഴിവിനെയല്ല, അവരുടെ മറ്റേ എന്തൊക്കെ സഹതാപം അതിനെ മാക്സിമം പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചായിരുന്നു ഇത് ചെയ്തത്. ഞാൻ പറഞ്ഞത് അതായിരുന്നു നമ്മുടെ ഇൻഡസ്ട്രി. ബിക്കോസ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതായിരുന്നു ജനങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് കണക്കാക്കിയാണ് നമ്മൾ ചെയ്തത്. ഈ ഉത്സവം വന്ന സമയത്ത് ഫസ്റ്റ് തിങ് നമ്മൾ കൊണ്ടുവന്ന ഒരാളും നമ്മൾ വേറൊരു വേഷമിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടില്ല. അവരേത് വേഷത്തിലാണോ വന്നത് ആ വേഷത്തിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ നമ്മൾ അവിടെ വന്നു കഴിയുമ്പം ടെലിവിഷന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്ത് ഇട്ട് കൊണ്ടുവരാൻ നോക്കിയിട്ടില്ല. നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന സമയത്തൊന്നും ഒരിക്കലും വയലിൻ വായിച്ച് ഇത് ചെയ്തിട്ടില്ല. അവർക്ക് അവിടെ ഉണ്ടായിട്ടുള്ള വികാരങ്ങൾക്ക് നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നമ്മളതിനെ മറ്റേ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്നുള്ള രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. അവരുടെ കഴിവുകളെ ഇപ്പോൾ കുഞ്ഞമ്പു ചേട്ടൻ എന്ന് പറയുന്നത് കാസർഗോഡ് മറ്റേ ബീച്ചിൽ ഇവിടെയും പോയി ചെന്ന് പുല്ലാങ്കുഴലിൽ വായിക്കുന്ന ആളാണ്. കുഞ്ഞമ്പു ചേട്ടന് കണ്ണ് കാണാൻ പറ്റില്ല. കുഞ്ഞമ്പു ചേട്ടന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇവരെല്ലാവരും നമ്മൾ കൊണ്ടുവന്നു. കുഞ്ഞമ്പു ചേട്ടന് വായിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് കണ്ണ് കാണാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പറയണത് പോലും. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ടാലൻ്റാണ് അവിടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും കണക്കാക്കണം എന്തറിയോ, അയ്യോ ഇതാദ്യം കാണിച്ചിട്ട് പറഞ്ഞാൽ അതിനൊരു കൈയടി വീഴും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ കോമഡി ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയില്ല, പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതോടുകൂടി പലരുടെയും ഉപജീവന മാർഗം അതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ മണിച്ചേട്ടൻ്റെ എല്ലാ പാട്ടുകളും നമ്മൾ കരുതിയിരുന്ന മണിച്ചേട്ടൻ എഴുതിയതും മണിച്ചേട്ടൻ്റെ ഇതാണെന്നുള്ളതാണ്. പക്ഷേ പിന്നീടാണല്ലോ നമ്മൾ അറിഞ്ഞത് മണി താമരയും അറുമുഖം വെങ്കടങ്ങും അങ്ങനെയുള്ള ഒരുപാട് അതിന് പിറകിലുണ്ട് എന്നുള്ള അറിഞ്ഞത്. അത് നമുക്ക് കോമഡി ഉത്സവത്തിലൂടെയാണ് നമ്മളത് കൊണ്ടുവന്നത്. അത്രയും കാലം അവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു മണിച്ചേട്ടനെ പോലുള്ള ഒരു പ്രതിഭ പോലും അത്രയും വലുതായപ്പോൾ നമ്മുടെ മനസ്സിലത് കിടന്നിരുന്നു ആ പാട്ടുകളെല്ലാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞ പുള്ളിയൊക്കെയാണ് നമ്മൾ അംഗീകരിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കുറേ മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞതൊക്കെ അവരൊക്കെ ലൈഫിൽ കുറേ ഗുണങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വെൽഡിങ് വർക്ക്ഷോപ്പിൽ നിന്ന ആളുടെ ദാസേട്ടൻ്റെ ശബ്ദമുള്ളതിൻ്റെ പേരിൽ കൊണ്ടുവന്ന് പുള്ളിയെ ഇതാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു വിഷമവും പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവരെയൊക്കെ കലാകാരന്മാരാക്കി. ഇവരൊക്കെ സ്ഥിരമായിട്ട് നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ മറ്റേ ഒരുപാട് ക്രാഫ്റ്റ്സ്മെൻ പരിപാടിയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ്. കോവിഡ് വന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും തിരിച്ചു പോകാൻ പോലും പറ്റിയില്ല. അവരിൽ പലർക്കും ജോലി ഉണ്ടായിരുന്നില്ല. കലാകാരന്മാരായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ്. അവർക്കൊരിക്കലും ഇതുണ്ടായിരുന്നില്ല, ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊന്നും ഒരു സ്റ്റേജോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതിൽ പലരും അന്ന് പേര് കേട്ട കലാകാരന്മാരായതാണ്. അവരുടെ വീട് പണികൾ നടക്കുന്നുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവർക്കൊന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ട്. അവർ തിരിച്ച് ജോലിക്ക് പോകുമ്പോൾ അവരെ നിർത്താൻ മടിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ആ സമയത്ത്. അതാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതല്ല, എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് നമ്മളുടെ കൂട്ടത്തിൽ നമ്മളെ തൊട്ടപ്പുറത്ത് പോലെ എത്ര പ്രതിഭകൾ ഇനിയും ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. കേരളം ഒരു അൺഎൻഡിങ് പൂൾ ഓഫ് ടാലൻസ് ആണ്. ഞാൻ കണക്കാക്കിയിട്ടുള്ളത് ഇന്നും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സീസൺ, ഞാൻ പറഞ്ഞത് നിർത്തിയതിന് ശേഷം ഉത്സവം നിർത്തി, ഉത്സവത്തിൻ്റെ ടീം പലയിടത്തായിട്ട് സ്പ്ലിറ്റായി പോയതിനൊക്കെ ശേഷം ഇപ്പോഴും എനിക്ക് ആൾക്കാർ ഇപ്പം നമ്മുടെ യൂട്യൂബിൽ കാണുന്നുണ്ട്, സാർ ഈ ആളെ ഒന്ന് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും, ഈ അമ്മുമ്മയോ നിങ്ങളുടെ അവിടെ കൊണ്ടുവന്ന് പാടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ അയച്ചു തരാറുണ്ട്. അപ്പം ഞാൻ പറയും
വരുന്നില്ല. പക്ഷെ ഞാൻ ഇതുവരെ ഉള്ള ഷോസ് ചെയ്യുന്ന ആൾക്കാരെ പരിചയമുള്ളതുകൊണ്ട് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലരെടുക്കും ചിലരെടുക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ നമുക്കിപ്പോഴും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ മിഥുനിപ്പോൾ 21 വർഷം ഇവിടെ പിന്നീടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു അറബ് നാട്ടിലാണ്. ഈ UAE നമുക്ക് എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ മിഥുൻ്റെ ഒക്കെ ഉത്തരം എന്തായിരിക്കും? ജീവിതം നൽകിയെന്ന് വേണം പറയാൻ. കാരണം ലൈഫ്, അതും ജീവിക്കുന്ന രീതി, എത്രയും അധികം നാഷണാലിറ്റീസിനെ എഴുതിയാൻ എനിക്ക് ഒരു പക്ഷേ ഇന്ന് നമ്മൾ യാത്ര ഭയങ്കര സംഭവമായിട്ട് നമ്മൾ പറയുന്നത്, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയത് നമ്മളിവിടെ നിന്നുകൊണ്ടാണ്. നമുക്കിവിടെ നിന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം യാത്ര ചെയ്യാൻ പറ്റിയത്, ഇത്രയധികം ജോലി ചെയ്യാൻ പറ്റിയത്, ഇത്രയധികം ആൾക്കാരുടെ ലൈഫിൻ്റെ ഭാഗമാവാൻ സാധിച്ചത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാധ്യമപ്രവർത്തനം കേരളത്തിലുള്ളത് തീർച്ചയായും അവരുടെ രീതികളുണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രവാസി ലോകത്ത് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനമാണ്. പലപ്പോഴും ഈ പറയുന്ന ഇവിടെയുള്ള സാധാരണക്കാരന് നേരെ ചെന്ന് UAE മിനിസ്ട്രിയിലുള്ള ഒരു കാര്യം അറിയണമെങ്കിൽ ചെന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ വിളിച്ച് ചോദിക്കാനോ പറ്റില്ല. അവന് ഒരുപാട് പരിമിതികളുണ്ട്. അവൻ ചോദിക്കുന്നത് അവന് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ അടുത്തായിരിക്കും. അവരാണ് ഗൈഡൻസ്. ഇപ്പം ഞാൻ പറയുന്നത് ഇക്കയായാലും ഫസ്ലു ആയാലും ഷാബു ആയാലും ഒക്കെ ചെയ്യുന്ന വീഡിയോകൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അത് എത്രത്തോളം ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് അറിവില്ലാതെ ചെയ്യുന്നുണ്ട് വീഡിയോസ്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും സമയപ്രവർത്തനം. ഇപ്പോൾ ഡൽഹിയിലൊക്കെ കുറേ കാലം ഉണ്ടായെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടാത്ത ഒരുപാട് പാഠങ്ങളാണ് ഇവിടെ വന്നപ്പോൾ. ഒരു ആംനസ്റ്റി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ചേർന്ന് എത്ര പേരെയാണ് നാട്ടിലെത്തിച്ചത്. ഒരുപാട് പേര്. അതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഈ പോകുന്ന ആൾക്കാർ പലരും ടിക്കറ്റിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അവർ കൈയും വീശി പോകരുതെന്നുള്ള തീരുമാനം എടുത്തിട്ട് ഇവിടെയുള്ള മാധ്യമത്തിലെ ആൾക്കാരെല്ലാം അറിയാവുന്ന സ്പോൺസേഴ്സിനെ കൊണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വെച്ചാൽ അതൊക്കെ ഏത് നാട്ടിൽ നടക്കും, അല്ലെ ആർക്ക് വേണ്ടി നടക്കും? അതും ഇത് മലയാളിക്ക് മാത്രമോ? നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ 195 രാജ്യത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലവും കൂടി ആയതുകൊണ്ട് അത്രയധികം കൾച്ചേഴ്സിലുള്ള ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ വലിയ പ്രശ്നമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതാണ്. ഇവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യണ പാകിസ്ഥാനിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏത് സമയത്താണ്? എൻ്റെ റേഡിയോയുടെ പ്രശ്നം വരുമ്പം ഓടിയെത്തി നമ്മുടെ ടെക്നോളജി സെറ്റാക്കുന്ന ആത്തിഫ് എന്ന് പറയുന്ന പാകിസ്ഥാനിയാണ്. ഞാനിപ്പോഴും അത്ഭുതമാണ്, ഈ വലിയ കെട്ടിടത്തു നിന്നൊക്കെ ഈ AC ഒക്കെ ചുമലിലേറ്റ് ഒരു മലയാളിയെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും വീട് മാറിയപ്പോൾ ഇവരില്ലായിരുന്നെങ്കിൽ നമുക്ക് മാറാൻ പറ്റില്ല എന്നുള്ളതും സാഹചര്യമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ടെക്നിക്കൽ നോഹാവിൽ ഞാൻ പറയണത് നമ്മുടെ റേഡിയോയുടെ ഒരു മേജർ ഭാഗം ആത്തിഫ് ഭായി ആണ് വന്ന് ചെയ്യണത്. ആതിഫ് ഭായി വിചാരിക്കണം ഇത് ഇന്ത്യൻ സ്റ്റേഷനല്ലേ, പോകണ്ട എന്ന് ചിന്തിക്കൂ, മലയാളി സ്റ്റേഷനല്ലേ തൽക്കാലം അവൻ ചെയ്യണ്ട എന്ന് ചിന്തിക്കൂ, ഇല്ലല്ലോ. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നും ആ രീതിയിലുള്ള ബ്രാൻഡ് നെയിമുകളോ ലേബലുകളോ ഇല്ല. അതെനിക്ക് തോന്നിയിട്ടുള്ളത്, അത് ലോകത്തിൻ്റെ പല ഭാഗത്ത് ചെന്നപ്പോഴും ആ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് താമസിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും കരാമയും കിസേസും ഒക്കെ നമ്മുടെ സ്വന്തം സ്ഥലങ്ങളാണെന്ന് പറയുമ്പോഴും അവിടെയും ബാക്കിയുള്ള പല ആൾക്കാരുമായിട്ട് ഒന്നു ചേർന്ന് നമ്മൾ താമസിക്കുന്നു എന്നുള്ളത് അതൊക്കെ ഭയങ്കര വലിയ പോയിൻറ്റ്സാണ്. പിന്നെ ദുബായ് നമ്മളെ സ്പോയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് തോന്നും പോരാ. ലണ്ടനിലൊക്കെ നമ്മൾ ചെന്നിട്ടേ അഹങ്കാരമായിട്ട് പറയും നിങ്ങളുടെ ഇമിഗ്രേഷനൊക്കെ ഭയങ്കര നമ്മളെ മാനദണ്ഡതാണ്. കാരണം ദുബായ് നമ്മളെ സ്പോയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല 1 മിനിറ്റിന് മുകളിൽ ഇമിഗ്രേഷൻ നിന്നിട്ടുണ്ടെന്ന്. നമ്മൾ ഇറങ്ങി പോവാണ്, വളരെ ഫാസ്റ്റ് ആയിട്ടാണല്ലോ. നമുക്ക് വേറെ എവിടെയാ അത് കിട്ടുക? ഞാൻ പറഞ്ഞത് അതൊരു ഭയങ്കര പ്രിവിലേജ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് ദുബായ് നമ്മളെ സ്പോയിൽ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പം ഇന്ന് ലോകമെമ്പാടും നമുക്ക് ഡെലിവറിയും സാധനങ്ങളും ഇപ്പം ഒരു വിരൽത്തുമ്പിലാണെന്ന് പറയാം. നമുക്ക് എത്ര നാളായിട്ടുണ്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ താഴെ വിളിച്ച് പറഞ്ഞാൽ ഒരു പെപ്സി ആയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാരല്ലേ, വളരെ സന്തോഷത്തോടു കൂടി. ഗ്രോസറികൾ ഇത് ഈ ആപ്പുകൾ വരുന്നതിന് മുമ്പ് നമുക്ക് ആ ഗ്രോസറികൾ എത്രയോ നാള് നമുക്ക്, ഞാൻ പറഞ്ഞ അത്രയും കണ്ട് സ്പോയിൽ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ദുബായ് എന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം കഴിക്കാൻ ഈജിപ്ഷ്യൻ ഭക്ഷണം വേണം, കൂടെ ജാപ്പനീസ് ഒരു ഡ്രിങ്ക് വേണം, അതിൻ്റെ കൂടെ കഴിക്കേണ്ടത് ഒരു പോർച്ചുഗീസ് ഡിസേർട്ട് ആണെങ്കിൽ ഒരു ലൈനിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത് ദുബായ് ആയിരിക്കും. എനിക്ക് തോന്നുമ്പോൾ മിഥുൻ്റെ ഒരു ഭക്ഷണ പ്രിയനാണ്. അത്ര തന്നെ ആൾക്കാരെ ഭക്ഷണത്തോട് അടുപ്പിച്ച ഒരു പാപഭാരം കൂടി മിഥുനുണ്ട്. ഭക്ഷണം ഞാൻ പറയണത് അതാണ്, എക്സ്പ്ലോർ ചെയ്യാൻ ഇതിനും നല്ലൊരു സ്ഥലം വേറെ ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് ലോകത്തെ ഏത് ഭക്ഷണവും അത്രയും ഓതൻറ്റിസിറ്റിയോടുകൂടി കിട്ടുന്ന വേറൊരു സ്ഥലമില്ല, അത് ദുബായ് തന്നെയാണ്. അത് ന്യൂയോർക്കിൽ പോയി നമ്മൾ കഴിച്ചു, അല്ലെങ്കിൽ ലണ്ടനിൽ പോയി കഴിച്ചു. ന്യൂയോർക്കിൽ ചെന്നിട്ട് കിടന്ന ഇന്ത്യൻ ഭക്ഷണം നമ്മുടെ ഇന്ത്യൻ ഭക്ഷണത്തിന് 7 ലക്കത്ത് വരില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ
ഓതൻറ്റിസിറ്റി. ഞാൻ പറഞ്ഞ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഭക്ഷണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരാമയിൽ ഒരു റൗണ്ട് ഓടിച്ചാൽ മതി, പെട്ടെന്ന് നടക്കും. ഞാനിനി ഞാൻ പറഞ്ഞ ലോകത്തിൻ്റെ ഏത് ക്യൂസീൻ എടുത്ത് നോക്കണമെങ്കിൽ നമ്മുടെ ഏത് ഫുഡ് കോർട്ടിൽ പോയാലും നമുക്ക് ചുറ്റും ഇങ്ങനെ കാണാം ഏതാണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ക്യൂസീൻ. ഇവിടെ ഒരു ഗ്ലോബൽ വില്ലേജ് തുടങ്ങുമ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുവരെയും ട്രൈ ചെയ്യാത്ത സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്ട്രീറ്റ് ഫുഡായിട്ട് കൊടുക്കുന്ന സ്ഥലമാണത്. ഞാൻ പറയണമെന്ന് വെച്ചാൽ വേറെ എവിടെ നമുക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ മിഥുൻ്റെ യാത്രകൾക്കും ദുബായ് ഒരു വലിയ വേദിയായിട്ട് മാറി. എത്രയോ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ പോയി വരാൻ പറ്റുന്നു. നാട്ടിൽ നിന്ന് പല ആൾക്കാരും അയ്യോ മറ്റേ വിസ കിട്ടിയിട്ടില്ല ഇതില്ല. ഇപ്പം വളരെ ഓപ്പൺ ആയല്ലോ. ഇപ്പം നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പം യാത്ര ഭയങ്കര ഓപ്പൺ ആയല്ലോ. എല്ലാവർക്കും ഫിക്സഡ് ട്രാവലും ഫിക്സഡ് ഡിപ്പാർച്ചേഴ്സും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ടും പലർക്കും ഇപ്പോൾ അത് വലിയൊരു പ്രശ്നമില്ലാണ്ടായി മാറി. പക്ഷേ 2006 ഞാൻ ഈജിപ്തിലോട്ട് പോകുന്നത്. 2006 ഈജിപ്തിൽ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് യാത്ര. അന്ന് ഈജിപ്തിലോട്ട് പോകാനായിട്ട് ഇവിടെ കോൺസുലേറ്റിലെ അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല, നടന്ന് കയറിയിട്ട് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫോട്ടോ വേണ്ടേ? അയ്യോ ഫോട്ടോ എടുത്തിട്ടില്ല, കുഴപ്പമില്ല, പാസ്പോർട്ടിലെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് വെച്ചിട്ട് സാഹചര്യം വരെ. അപ്പം ആ കാലഘട്ടത്തിൽ യാത്ര തുടങ്ങിയ ഞാൻ പറയണ വെച്ചാൽ ഇവിടെ അല്ലായിരുന്നെങ്കിൽ ഇത്രയും രാജ്യം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, ഇത്രയും രാജ്യം പോയി എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പാണത്. അത് ദുബായ് തരുന്ന അല്ലെങ്കിൽ UAE തരുന്ന ഒരു ഭയങ്കര വലിയ പ്രിവിലേജാണ് ഈ യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഈ UAEയുടെ വിസ ഉണ്ടെങ്കിൽ ചെന്ന് ഇറങ്ങാൻ പറ്റുന്ന രാജ്യങ്ങൾ, UAEയുടെ വിസ ഉള്ളത് കൊണ്ട് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള വിസകൾ എന്ന് പറയുന്നത് അതൊരു വലിയ പ്രിവിലേജാണ് നമുക്ക് എല്ലാവർക്കും. നമുക്കറിയാത്ത കാരണം നമ്മളിവിടെ ഡിഫൈൻഡ് ബൈ ആർ ജോബ്സ് അല്ലേ, നമ്മുടെ സാലറിയും ഇതും വെച്ചിട്ടാണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്തത്. ആ സാധനം വെച്ചിട്ടുള്ള ഡെഫിനിഷനിൽ നമുക്കിത് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ബാക്കിയുള്ളിടത്തുള്ള പോലുള്ളൊരു പ്രശ്നങ്ങളൊന്നും തന്നെ വരാറില്ല. ഇപ്പോൾ നേരത്തെ ഇതിനൊരു പരസ്യം ചെയ്ത് മില്യൺ കണക്കിന് പിന്നെ ആളുകൾ സ്വീകരിച്ചു. അത് അറബി ഭാഷാ പഠനമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അറബി ഭാഷയിൽ മിഥുൻ്റെ വിജയിച്ചു? ഞാൻ വിജയിച്ച് പുള്ളിക്ക് ഇപ്പം ഞാൻ ജോലി കൊടുത്തിട്ടുണ്ടോ അവിടെ. പുള്ളി ഒരാളുടെ പേരിലേ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ട്. ഞാൻ ഈ തുടക്കത്തിലൊക്കെ ഭയങ്കര ആവേശമായിരുന്നു അത് പഠിക്കാൻ. അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം മറ്റേ ഇവിടെ വന്നപ്പോൾ ഞാൻ മറ്റേ അവർ വന്ന ഫതൽ എന്ന് പറഞ്ഞപ്പോൾ പറയാറിയ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് 2-3 വാക്കുകളേ ഉള്ളൂ, പിടിച്ച് നിൽക്കാൻ പറ്റുന്ന മറ്റേ ഇതേത് ഇതൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. പക്ഷേ മുഴുവനായിട്ട് നിങ്ങൾ അടുപ്പിച്ചൊരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല സംസാരിക്കുമ്പോൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റവും മുറിയും പഠിച്ചു വെച്ചാൽ ഏറ്റവും ഡേഞ്ചറസ് തിങ് ആണല്ലോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അറബ്സൊക്കെ സംസാരിക്കുമ്പോൾ ഞാനിതിങ്ങനെ കേട്ടിട്ട് ഇതിൻ്റെ ഒരു അർത്ഥം ഗ്രഹിക്കാൻ നോക്കും. എന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ചോദിക്കും നിങ്ങൾ ഇതല്ലേ പറഞ്ഞത്? ചെറുതായിട്ടുണ്ട്, പക്ഷെ അതൊന്നും അല്ല പറഞ്ഞത് അല്ല. പക്ഷെ അത് ഭയങ്കര ഞാൻ പറഞ്ഞ അത് കാരണം കുറേ മനുഷ്യൻ എനിക്കിപ്പോഴും സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. പക്ഷെ പഠിച്ചെടുക്കണം എന്നാണ് മിഥുന് അല്ലേ? ഞാനിപ്പോൾ ഈ പറഞ്ഞതാണ്, നമ്മൾ ഈജിപ്തിൽ പോയി, നമ്മൾ ഈ മൊറോക്കോയിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ ഇതിന് പോയി, അവിടെ ഏതാണ്ട് എല്ലാവരും കച്ചവടക്കാർ സംസാരിക്കുന്നത് നമ്മുടെ അറബി തന്നെയാണ്, നമ്മുടെ പറയണ അറബി തന്നെയാണ്. പക്ഷേ നാണക്കേട് തോന്നുന്നു UAE എന്നാണ് പറഞ്ഞതെന്ന് പറയാനായിട്ട്. കാരണം നമുക്ക് അവിടെ ചെന്നത് സംസാരിക്കാൻ പറ്റില്ല. അവര് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ നമ്മൾ ആകെപ്പെട്ടു പോയേ. ശരിക്കും അറബി നമ്മൾ ഇത്ര 21 വർഷമായിട്ട് അത് പഠിച്ചില്ല എന്നുള്ളത് നമുക്ക് നാണക്കേടാണ്. പക്ഷെ അത് UAEയുടെ ഒരു ഭയങ്കര ബൂണായിട്ട് പറയണം, ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയണം. നമുക്കത് വേണ്ട ഇവിടെ സർവൈവ് ചെയ്യാൻ. ബാക്കി ഇപ്പം ഞാൻ പറയുന്നത് സൗദിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ഒമാനിലുള്ള സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ ഭയങ്കര സാധാരണക്കാർ പോലും എത്ര പെട്ടെന്നായിട്ട് അറബി പറയും. എൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ സർവൈവ് ചെയ്യുന്നത് വേണമായിരുന്നു. സൗദിയിലൊക്കെ ഇത് സർവൈവ് ചെയ്യാൻ വേണമായിരുന്നു, ഒമാനിൽ വേണമായിരുന്നു ഇത്. പക്ഷെ UAE ഞാൻ കണ്ട രാജ്യത്തിൽ അത് വേണ്ട. ഇവിടെ ഇമിഗ്രേഷനിലെ ഓഫീസർ നമ്മുടെ അടുത്ത് സുഖമാണോ എന്ന് ചോദിച്ചിട്ടല്ലേ ഏറ്റിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ തിരക്ക് പിടിച്ചൊരു ജീവിതം കൊണ്ടായിരുന്നു ചെറിയ കാലത്തേക്ക് അങ്ങനെ അസുഖം പിന്നെ പിടിപെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ഇപ്പം നമ്മൾ ആരോഗ്യവും മറ്റ് പിന്നെ കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണത്? കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഈ ആരോഗ്യത്തിൻ്റെ സംഭവമായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ ജിമ്മൊക്കെ അടിച്ച് ഒരു 16 കിലോ ഒക്കെ കുറച്ച് ഇത് ചെയ്തു. അത് കഴിഞ്ഞ് കോവിഡ് മാറാമെന്നുള്ള സാഹചര്യം ആയപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ കുക്കിംഗ് ഒക്കെ തുടങ്ങി, നന്നായിട്ട് അത് തിരിച്ചു പിടിക്കാൻ പറ്റി. ഇത് കഴിഞ്ഞ് ഈ അസുഖം വന്ന സമയത്ത് ഇതേപോലെ തന്നെ എല്ലാം പിടിച്ച് എല്ലാം ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് വീണ്ടും ഒന്ന് മെലിഞ്ഞൊക്കെ ഉണങ്ങി എല്ലാം റെഡിയായി വരുമ്പോൾ വീണ്ടും അടുത്ത സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും ആഘോഷിക്കാനുള്ള സമയമായി. ഈ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ റിഗ്രറ്റ്സ് ഇല്ലാണ്ട് ലൈഫ് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അതിനകത്ത് തീർച്ചയായും ആരോഗ്യം അത്യാവശ്യമായിട്ട് നോക്കേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ സെലിബ്രേഷനിലങ്ങ് പോവാണ്. ഞാൻ അതിനെ പറ്റിയിട്ട് ഭയങ്കരമായി മിനിമം ലെവൽ ഉണ്ടാവും അല്ലേ? എല്ലാ ദിവസവും രാവിലെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് അതിനേക്കാളും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ അവിടെ സ്റ്റെയർ ക്ലൈംബർ ഉണ്ട്. മറ്റേ അവിടെ നിന്ന് നേരെ രാവിലെ ആകുമ്പോൾ ഞാനും വൈഫ് ഉണ്ടെങ്കിലാ രാവിലെ എണീക്കില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് നടന്ന്
സൂരജ് ഉണ്ട് അവിടെ. നമ്മളിങ്ങനെ ഫുൾ നമ്മുടെ താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്രീനാണ്, അതെ. നടക്കാനുള്ള ഇതുണ്ട്. മിക്കവാറും വൈകുന്നേരം ആകുമ്പോൾ അവനെ വിളിച്ച് നേരെ പൂളിലോട്ട് പോയി ഇത് ചെയ്യുന്നുണ്ട്, സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് അപ്പുറത്ത് അറേബ്യൻ ഗ്രിൽ എന്ന് പറഞ്ഞ കടയിൽ പോയി ഒരു ചായ കുടിച്ച് അവിടെ നിന്ന് കുറച്ച് കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് എങ്ങനെ ഇത്രയും കാലറി കത്തിച്ചോ അത് മുഴുവൻ തീർത്തിട്ടേ വരാറ്. ലൈഫിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങൾ സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ജേർണലിസ്റ്റാണ് മിഥുൻ എന്ന് പറയാറുണ്ട്. നിരാകരിക്കുന്നില്ലല്ലോ. സമ്പന്നതയുടെ നിർവചനമാണ് ഈ പണം വെച്ചാണെങ്കിൽ ചിലപ്പോൾ വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം റിച്ച് ലൈഫ് ശരിക്കും ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം വാങ്ങാൻ കഴിയുന്നതും ഇതെല്ലാം വാങ്ങിച്ചിട്ട് മനസ്സമാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിലാണ് സമ്പന്നത എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഒരു ലോക്കറിൽ വെച്ചിട്ട് അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വെളിയിൽ കൊണ്ടിട്ടേക്കുന്ന കാറ് ഇത് ഇത്രയും വില കൂടിയതാണ്, അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ എന്നുള്ള പേടിയോടുകൂടിയാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ അതൊരു സമ്പന്നതയൊന്നുമല്ല. അതൊരു ശരിക്കും പറഞ്ഞ ഒരു മേക്ക് ബിലീവ്, നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ വാങ്ങിച്ചു എന്നുള്ളതിനപ്പുറത്ത് അത് സമ്പന്നതയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു രാജ്യത്താണ് താമസിക്കുന്നത്. എനിക്കിവിടെ സ്വസ്ഥമായിട്ട് കിടക്കാം. എനിക്ക് ഈ വാങ്ങിച്ച സാധനങ്ങളിലൊക്കെ എൻ്റെ ആഗ്രഹത്തിന് ഇപ്പം ഞാൻ പറയണത് എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുണ്ട്. പക്ഷേ എനിക്ക് എന്ത് വണ്ടി വേണമെങ്കിലും വാങ്ങാൻ കഴിയുന്ന രാജ്യത്താണ് ഞാൻ നിൽക്കുന്നത്. അത് ഞാൻ എനിക്ക് എൻ്റെ ഇത്രയും പൈസ ഒന്നും വേണമെന്നില്ല. എനിക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം, കാരണം അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. 21 വർഷമായിട്ട് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ദുബായിൽ എനി ഡ്രീം ദാറ്റ് യു ഹാവ് അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അതിന് അപ്പം തന്നെ പൈസ വേണമെന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യാൻ കഴിയുകയും നമ്മുടെ എപ്പോഴും ഞാൻ റിച്ച്നെസ്സിൽ കണക്കാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഒന്ന്, നമുക്ക് ഒരിടത്തും ചെല്ലുമ്പോൾ ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ ഡ്രസ്സ് ചെയ്യേണ്ടി വരരുത്. നമ്മളെവിടെ ചെന്നാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കയറി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെയാണല്ലോ ഏറ്റവും വലിയ റിച്ച്നെസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത് പലപ്പോഴും ചെയ്യാൻ പറ്റാറില്ല എന്നുള്ള ഇപ്പോഴും വാസ്തവമാണ്. പക്ഷേ എന്നാലും ഞാൻ കണക്കാക്കണമെന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ അതിക്കേക്കാൻ അറിയാവുന്നതാണ്. ഞാൻ അടുപ്പുള്ള സുഹൃത്തുക്കളുടെ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പൈസയും വാങ്ങാതെയാണ് എല്ലാ പരിപാടിയും ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ പോവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദേഷ്യപ്പെടുന്ന ഒരു മിഥുനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് വീട്ടിലുണ്ടാവോ? ഇല്ല, ദേഷ്യപ്പെടുന്നത് എപ്പോഴും ആകെ ഉള്ളതെന്ന് വെച്ചാൽ വീട്ടിൽ ദേഷ്യപ്പെട്ടാൽ എന്നെക്കാളും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആൾ വീട്ടിലുള്ളത് കൊണ്ട് കാര്യമില്ല, മൈനസായി നടക്കില്ലല്ലേ. വീട്ടിൽ വലിയൊരു ദേഷ്യപ്പെടില്ല. പക്ഷേ എനിക്ക് ദേഷ്യപ്പെടുന്ന ഞാൻ ആകെ ദേഷ്യപ്പെടാറുള്ളത് സ്റ്റേജിൽ ബാക്ക് സ്റ്റേജിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അതിപ്പം സ്വഭാവമായൊക്കെ ഇരിപ്പുണ്ട്. അപ്പം കൃത്യമായിട്ട് അറിയാം, അത് വേറൊന്നുമല്ല, അൺപ്രൊഫഷണലിസത്തിന് വേണ്ടി മാത്രമാണ്. അതായത് നമ്മൾ വന്നേക്കുന്ന ഒരു ജോലിക്കല്ലേ, ആ സമയത്ത് നമ്മൾ തട്ടിക്കളിച്ച് നിൽക്കരുത്. ആ സമയത്ത് നമ്മൾ ഇപ്പം വളരെ സിമ്പിളാണല്ലോ, ഇപ്പോൾ ഒരാൾക്ക് ഒരു സാധനം കൊണ്ട് കൊടുത്ത് അത് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നത് വലിയൊരു, അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ മാത്രമേ ഞാൻ ദേഷ്യപ്പെടാറുള്ളൂ. ഞാൻ ടെക്നിക്കൽ കാര്യത്തിൽ പോലും ഇതില്ല. കയറുന്ന സമയത്ത് മൈക്ക് വർക്കിംഗ് ആണോ നോക്കിയിട്ട് കയറുമ്പോൾ മൈക്ക് വർക്കിംഗ് ആവാണ്ടിരിക്കുക എന്ന് പറയണത് അത് നമ്മൾ വളരെ ബേസിക് സാധനം. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് തിരിച്ച് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിട്ടൊന്ന് ദേഷ്യപ്പെടാറുണ്ടെന്നുള്ളതിന് അപ്പുറത്തേക്ക് ഞാൻ അല്ലാതെ ദേഷ്യപ്പെട്ട സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. എൻ്റെ ഓഫീസിൽ ചോദിച്ചാൽ ചിലപ്പോൾ അവർ തിരിച്ചു പറയും, പക്ഷേ അതല്ല. എന്തായാലും ചിരിച്ചും സന്തോഷിച്ചും ഉല്ലസിച്ചും മറ്റുള്ളവർക്ക് ഈ പോസിറ്റീവ് എനർജി നമ്മളെ കൊണ്ട് സാധിക്കുന്ന അത്ര അളവിൽ കൊടുത്തും തന്നെ മിഥുന് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും. കാസർഗോഡ് കൂടെ ഇരുന്ന് ഇത്രയും നേരം സംസാരിച്ചിരിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മറ്റേ പോഡ്കാസ്റ്റ് എന്നോ ഇൻ്റർവ്യൂ എന്നൊന്നും തോന്നുന്നില്ല. അത് കാരണം വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതാണ് പലപ്പോഴും ലൈഫിലെ പല സാഹചര്യങ്ങളിലും പുള്ളി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയും വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പം നേരത്തെ പറഞ്ഞ മമ്മൂക്കയുടെ സംഭവം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് സമയം പോയത് അറിഞ്ഞിട്ടുമില്ല, പറഞ്ഞതിലൊന്നും വേറെ മറ്റേ ഫിൽറ്റർ ഇടേണ്ടി വന്നിട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം. താങ്ക് യു.